ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്നെ കാണിച്ചു തുടങ്ങുന്നില്ല. ഇത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണ്. ചിങ്ങൻചിറ മേലേക്കാവ് ക്ഷേത്രം എന്നാണ് പേര്. ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മലയാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞാൻ ഏകദേശം 7-8 മണിക്കൂർ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഈ സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതിൻ്റെ ബാക്കിലെ വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അതുവഴി ബാക്കിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് പ്രൈവറ്റ് റോഡാണ്. പോലീസ് നിർദ്ദേശമുണ്ട്. ഇവിടെ എന്തോ പൊങ്കാല സംതിങ് ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ വെട്ടി കൂട്ടുന്നുണ്ട്, പായസം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോടുള്ള വഴി ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. ശാന്തത, പീസ് പീസ്. ഒരു 10-20 വർഷം മുമ്പ്, നമ്മുടെയൊക്കെ ഒരു 20-25-30 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ നാട് എങ്ങനെയായിരുന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ റോഡ് നേരെ സീതർത്തോടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. പക്ഷേ 6.5 കിലോമീറ്റർ ഓഫ് റോഡാണ്. അപ്പം വളരെ ഏകാന്തമായി കിടക്കുന്നതുകൊണ്ട് ഞാൻ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. നമുക്ക് വയലും പാടവും ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. യാത്ര ഫുള്ള് ബൈക്കിലായതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ കൊല്ലങ്കോട് എത്തിയപ്പോൾ അവിടെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ ഉദ്ഘാടനത്തിന് നമ്മുടെ നടി ഭാമയെ കണ്ടു. അതും ഞാൻ പകർത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളത് ഈ കാണുന്നത്. ഇത് കാണാനെങ്കിലും മറ്റേ തംബ്നെയിലിൽ ഞാൻ ഇതുകൂടെ വെച്ചിട്ടുണ്ടല്ലോ, ഇത് കാണാനെങ്കിലും എൻ്റെ വീഡിയോ നാട്ടുകാരൊന്ന് കാണണേ എന്ന പ്രതീക്ഷയോടെ ഇതുകൂടെ കുത്തിക്കയറ്റുന്നു. കൂടുതൽ വീടുകളും ഓട്, ഓലപ്പുര അങ്ങനെയുള്ള വളരെ പഴക്കം ചെന്ന ശൈലിയിലുള്ള വീടുകളാണ്. തനി നാട്ടുമ്പുറം, തനി ഗ്രാമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയെന്ന് പറയും. ഇത് യൂട്യൂബേഴ്സ് വളരെ ഫേമസ് ആക്കിയൊരു, വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ തെക്കൻ ജില്ലക്കാരധികം അറിയുന്നില്ല എന്നേ ഉള്ളൂ. വടക്കോട്ട് യൂട്യൂബേഴ്സ്, ഞാൻ ഇതിനു മുമ്പ് കല്ലായിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിച്ചപ്പോൾ ശരിക്കും എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. അപ്പം ഞാനൊരു ചായയും കുടിച്ച്, ഇവിടുത്തെ പരിപ്പ് വട മികച്ചതാണെന്ന് കോഴിക്കോടുള്ള എൻ്റെ കൂട്ടുകാരി അഖില മേലോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീടുകളുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞല്ലോ. ഒട്ടുമിക്ക വീടുകളും ഓടാണ്. അങ്ങനെ ഒരു സമ്പ്രദായമാണ്. ഇത് ഓലമേഞ്ഞ പുരയാണ്. ഒരു ഓലമേഞ്ഞ പുരയുടെ അകത്തിരിക്കുന്ന സുഖം, അത് ഇപ്പോഴത്തെ ജൻസി ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ഓലമേഞ്ഞ പുരകൾ ഇല്ലല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ അടുത്ത് ട്യൂഷന് വരെ പോയിട്ടുണ്ടായിരുന്നു. ട്യൂഷൻ പോയത് കഥകളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം നമുക്കൊരു ചായ കുടിച്ച് ബാക്കി വിശേഷം. വെറുതെ അല്ല, നമ്മുടെ കോഴിക്കോട്ടുകാരി അഖില, എൻ്റെ മുടിയൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് ബൈക്കിലല്ലേ വന്നു. നല്ല വെയിൽ, പാലക്കാടൊക്കെ വെയിലറിയാലോ. അങ്ങനെ വളരെ മനോഹരമായിട്ടൊരു ചായയും കുടിച്ചു, ഒരു പരിപ്പുടയും കഴിച്ചു. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത്, അതായത് ആ അമ്പലം കാണിച്ചില്ല ആദ്യം,
ആ അമ്പലം ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ആ സമയത്ത് ഇവിടെ ടൂറിസ്റ്റ് ബസ് അടക്കം ഭയങ്കര തിരക്കുണ്ടായി. അപ്പം നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഒരു വാഴയിലയിൽ ഊണ് കാണുന്നു. അവിടുന്ന് കഴിക്കണോ? എന്താ ഇപ്പോൾ വേണ്ടേ? അവിടുന്ന് കഴിച്ചാലോ? നമ്മുടെ തെക്കൻ ജില്ലകളിൽ ഒട്ടും കാണാൻ കിട്ടാത്ത ഒരു കാഴ്ച, അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാടുണ്ടായിരുന്ന, ഇപ്പോൾ തീരെ ഇല്ലാത്ത. അപ്പോൾ ജെൻസി സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പുതുമയായിരിക്കും. പക്ഷേ 90s കിഡ് എന്ന നിലയിൽ നമ്മൾ ഇത് പണ്ട് തൊട്ടേ ഇതേ കൂട്ടുള്ള വയലുകളിൽ കളിച്ച് ചേറോടുകൂടി ചവിട്ടിക്കയറി വളർന്നു വന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല. ഫ്ലവർ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നെല്ല് കാര്യങ്ങൾ. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനായിട്ട് അനേകം രീതിയിൽ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിൽ, ഉച്ച സമയമാണ്. വാച്ച് ചാർജ് ചെയ്തിരുന്നു ഗൈസ്. പക്ഷേ ഏകദേശം 1 മണി സമയമാണ്. വെയിൽ ഉച്ചയിൽ നിൽക്കുന്ന സമയം. പണ്ടൊക്കെ സമയം നോക്കുന്നത് എങ്ങനെയായിരുന്നല്ലോ, നമ്മുടെ ഷാഡോ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടല്ലേ. ഇപ്പോഴും അങ്ങനെയൊക്കെ സമയം നോക്കുന്ന ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന. ഇതിൻ്റെ സൈഡിലെല്ലാം ഈ ജമന്തിയാന്ന് തോന്നുന്നു ഇത് വെച്ചിട്ടുണ്ട്. സൂപ്പർ. അവിടെ ആ മല കണ്ടോ? ആ മലയുടെ നേരത്തെ ആദ്യം കാണിച്ച റോഡില്ലേ, സീഡർകുണ്ട് നെന്മേനി, ഒരു 6.8 കിലോമീറ്റേഴ്സ് ഭയങ്കര ഓഫ് റോഡായിട്ടുള്ള ഒരു റോഡ്. ഞാൻ പകുതി പോയിട്ട് നിർത്തിയത്. അതവിടെ ഇങ്ങനെ ഒരു വെള്ളം ഒഴുകി വരുന്ന പാതയൊക്കെ കാണാനുണ്ടായിരുന്നു. ശരിക്കും അതൊന്നും പോകാൻ പറ്റിയില്ല. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മാഷേ. ആളുകൾ മൊത്തം ഇവിടെയാണ്. ഇത് കുട്ടനാട്ടിൽ പോലും ഇപ്പം നെൽകൃഷി കുറഞ്ഞു വരുവാണ്. പക്ഷെ പാലക്കാട് ഇതിൻ്റെ ഒരു ഭയങ്കര ഹബ്ബ് തന്നെയാണ്. ഈ കാഴ്ചയൊക്കെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. വളമാണ്, വളം വെതറുകയാണ് കതിര് വരാൻ വേണ്ടി. ഇത് എനിക്ക് പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ അമ്മയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നതാണ്. എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയുള്ള ആളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. അവരൊരു കറക്റ്റ് 2 പേര് പോകുന്ന അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് പോലും വരാൻ സാധ്യതയില്ല. അത്രയ്ക്ക് പ്ലാൻഡാണ് അവരുടെ നടത്തം. ഈക്വൽ പ്രൊപ്പോസിഷനിൽ ചിലപ്പം മെഷീൻസിന് തെറ്റുപറ്റാം, ബട്ട് ദേ വോണ്ട് ബി മിസ്റ്റേക്കൺ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ അമ്മയുടെ അടുത്ത്, ഞാൻ പറഞ്ഞില്ലേ അത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞപ്പം അങ്ങോട്ടൊന്ന് പോയിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. സീതാർകുണ്ട് പോണില്ലേ, എന്തോ പാലക്കാടൻ ഭാഷയാണെന്ന് തോന്നുന്നു, പ്യുവർ. എനിക്ക് പാലക്കാടൻ ഭാഷയായിട്ടുള്ള ബന്ധം ബിജു മേനോൻ മറ്റേ സിനിമയ്ക്കകത്ത് ഏതാ കുഞ്ചാക്കോവിൻ്റെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ചെറിയൊരു പാലക്കാടൻ ഭാഷ സംസാരിക്കുമല്ലോ, അതല്ലാണ്ട് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അവിടെ വെള്ളമുണ്ട്, അവിടെ നിന്ന് പോയിട്ട് പോകുമെന്ന് പറഞ്ഞു. അത്രയും ഞാൻ മനസ്സിലാക്കി. അപ്പം നോക്കാം. മുടി വീണ്ടും അലമ്പായി. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. എന്നെ കണ്ട് വെറുപ്പിക്കുക. ഇതാണ് അങ്ങോട്ടുള്ള വഴി. പാസ്സൊന്നും എടുക്കണ്ടെന്ന് തോന്നുന്നു. ലെറ്റ് മീ സീ വാട്ട് ഇറ്റ് ഈസ്. എൻ്റെ അമ്മോ, മലയുടെ മനോഹരമായ ഒരു വ്യൂ. കുറച്ചങ്ങോട്ട് നടന്നു നോക്കാം അല്ലേ.
എവിടെ വ്ളോഗ് എടുക്കാൻ പോയാലും മലയും കുന്നും കയറില്ല എന്നല്ലോ ഈശ്വര എൻ്റെ യോഗം എന്ന് പറയുന്നത്. ബൈക്ക് അവിടം വരെയൊക്കെ കയറി ചെല്ലുമായിരുന്നു കേട്ടോ. രാവിലെ കഴിച്ച 2 ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ദഹിച്ചു ഗൈസ്. ശരിക്കും നല്ല കയറ്റമുണ്ട്. അവിടെ കൂടുതൽ സ്ത്രീകളും കാര്യങ്ങളൊക്കെ കുളിക്കുന്നതായതുകൊണ്ട് ഞാനത് പകർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ചീത്തപ്പേര് കൂടെ ഉള്ളിനി കിട്ടാൻ, അത് കൂടെ വേണ്ട. നമ്മുടെ മൂന്നാർ വീഡിയോ പോലെ അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത് വിൽ ബി ലീഗലി പണിഷ്ഡ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പോകാത്തത്. എനിക്ക് അണച്ചിട്ട് പാടില്ല. മോനെ ആ വ്യൂ, ഈ സൗണ്ടാണ് നമ്മളങ്ങ് ദൂരെ നിന്ന് കേട്ടത്. അവിടെ ഒരു പയ്യൻ ക്യാമറയായിട്ട് ഇപ്പം വെള്ളത്തിൽ പോയതിന് ഭാഗ്യം വീണില്ല. അവൻ്റെ കയ്യിൽ ക്യാമറ സേഫാണ്. ഈ സൗണ്ടാണ് നമ്മൾ മോളിൽ നിന്ന് നിങ്ങൾ കേട്ടോന്നറിയില്ല, ഞാൻ നല്ലപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല ഫോഴ്സിൽ വന്ന് വെള്ളം വരുന്നുണ്ട്, കൊള്ളാം. വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കാമല്ലേ? അല്ലെങ്കിൽ വേണ്ട, റിസ്ക് എടുക്കണ്ട. കുറച്ചുകൂടെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് തെളിനീര് പോലത്തെ വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്ന ആ കാഴ്ച മനോഹരം. ഇന്നത്തെ എൻ്റെ പാലക്കാട് വിസിറ്റ് വേർത്തായി. അപ്പോൾ ഇവിടുന്ന് പതുക്കെ യാത്ര തിരിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഞാൻ ഇതിൽ പിടിച്ച് നിൽക്കുക. ഇത് കേട്ടോ. ബൈ ഗൈസ്. അങ്ങനെ കൊല്ലംകോട്ടത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഊണ് കഴിക്കുന്ന സീക്വൻസോടെ എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം നട്ടുച്ച സമയം ഇത്രയും മലയും കുന്നുമൊക്കെ കയറി വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. അപ്പോൾ ഒരു ഊണ് കൂടെ കഴിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് പദ്ധതി. അപ്പം ജെൻസി സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം നിങ്ങൾക്ക് ഇതേപോലുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. ഗ്രാമവും നാട്ടിൻപുറമൊന്നും ഇഷ്ടമല്ലെങ്കിലും നഗരവും നാഗരിക സംസ്കാരവും മാത്രം ഇഷ്ടപ്പെടുന്നവരല്ല ജെൻസിക്കാർ എന്ന് എനിക്കറിയാം. ബട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. എന്തെങ്കിലും പാലക്കാട് വന്നിട്ട് വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ചെറിയ സമ്മാനം വാങ്ങിച്ചു. അവർക്കുണ്ട് വിസിറ്റിന് വരുന്നവർ ഈ അമ്മയൊന്ന് പരിഗണിക്കണമെന്നുണ്ട്. അപ്പുറത്ത് നമുക്ക് കപ്പലണ്ടി ഉണ്ട്. അത് അടിപൊളി മറ്റേ തോട് കപ്പലണ്ടിയാണ്. അപ്പോൾ അതും പരിഗണിക്കുക. ബൈ. ഇനിയിപ്പോൾ ഊണ് കഴിക്കുന്നില്ല, ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് അങ്ങ് പതുക്കെ നീങ്ങാം. ഞാൻ ആദ്യം കരുതിയത് ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഒന്നും ആയിട്ടുണ്ടാവില്ലെന്നാണ്. നമ്മൾ ആദ്യം കയറിയ ചെല്ലൻ ചേട്ടൻ്റെ കടയില്ലേ ചായ കുടിക്കാൻ കയറുക, ഓലമേഞ്ഞപ്പുര, ആ കടയിൽ വരെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ചില സാമ്പത്തിക വിദഗ്ധർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഗൂഗിൾ പേ ഉണ്ടാവുമോ എന്ന്. അത് ഞാൻ ഇവിടെ സ്മരിക്കുന്നു ഗൈസ്. അപ്പോൾ ശരി, വീണ്ടും സൈൻ ഓഫ് പറയുന്നില്ല. പോകുന്ന വഴിക്ക് ഇനിയും കാഴ്ചകൾ എന്തെങ്കിലും കാണുന്നെങ്കിലോ.